ഹായ്, ഇത് നമ്മുടെ എറണാകുളം മരടിലുള്ള വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്കാട്ടോ. ബേസ്മെൻറ്റ് മാത്രമല്ല, നമ്മളവിടെ റീറ്റെയിനിങ് വാളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റീറ്റെയിനിങ് വാളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയതല്ല. അവിടെ ബേസ്മെൻറ്റ് ചെയ്യാനെടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുഴിക്കണ സമയത്ത് തന്നെ ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു പില്ലർ നിൽക്കുന്ന ഹൈറ്റിലാണ് ഇപ്പോൾ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത പ്രദേശമൊക്കെ താഴ്ന്നതായതുകൊണ്ട് നമുക്കവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീറ്റെയിനിങ് വാൾ ചെയ്തേ മതിയാവുള്ളൂ. ഓൾറെഡി ആൾ മതിൽ കെട്ടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതും കൂടി നമ്മളെ കൊണ്ടാണ്ട് കെട്ടിച്ചു. മതിൽ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാട്ടോ വർക്ക് ചെയ്തത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ് അവിടെ ഒരു ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ നമുക്ക് മണ്ണെടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയായിരുന്നു അതിൻ്റെ മതിലിൻ്റെ വർക്കിനും. നമ്മൾ കുഴിക്കണ സമയത്ത് തന്നെ പാടായ കാരണം കൊണ്ട് ഫുള്ള് വെള്ളമായിരുന്നു. എന്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഇപ്പോൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അതായത് വെള്ളത്തിൻ്റെ ഇതിൻ്റെ എല്ലാം പ്രശ്നം തീർന്നു. ഇനിയിപ്പോൾ നമുക്കവിടെ മണ്ണടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ പ്ലിന്ത് പൊക്കാൻ പറ്റുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പില്ലറിൻ്റെ അത്രയും ഹൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം നമുക്കതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ പ്ലിന്ത് ചെയ്യാനായിട്ട്. നമ്മളീ ചാനലിൽ എത്ര വെറൈറ്റി വർക്കുകൾ കണ്ടു കഴിഞ്ഞാലും അല്ലേ, ആൾക്കാർക്കൊരു ഇതില്ല. അപ്പോൾ അതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇതേ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചില സൈറ്റിലത്തേക്ക് റീൽസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ ഇപ്പോൾ ഇത്ര പറയാനുണ്ടോ, അല്ലെങ്കിൽ ഓരോ വീടിൻ്റെ എത്ര കാര്യങ്ങൾ ഞാൻ നിന്നോട് സംസാരിക്കണത്. അപ്പോൾ തലാട്ടണത് വീഡിയോയിൽ കാണില്ല കേട്ടോ. അല്ല, നിനക്ക് അങ്ങനെ തോന്നാറില്ലേ ഈ ഫേസ്ബുക്കിൽ ഈ കൺസെഷൻ ഡേ? ഇപ്പോൾ നിനക്കും കൺസെഷൻ ഡേ പോലെ ഏറ്റവും കൂടുതൽ റെഫറൻസ് വരുന്നത്? എനിക്ക് തോന്നാറുണ്ട്. കാരണം ചിലതൊക്കെ ഭയങ്കര പൊട്ടത്തരാകും. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവിനാണ് മാർക്കറ്റിംഗ് കൂടുതൽ. പോസിറ്റീവായിട്ട് എന്ത് ചെയ്താലും മാർക്കറ്റിംഗ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലിപ്പോൾ എനിക്ക് എൻ്റെ ഈ ഫോളോവേഴ്സിൻ്റെ ഇതൊന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ആൾക്കാർ തെറി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് തെറി പറയണേ എന്നെ ഒന്ന് ഇല്ലേ, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. അത് പറയണതിൻ്റെ കാരണം ഇതാണ്, ചില ആൾക്കാർ ഈ വീടിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ കണ്ടൻറ്റ് തന്നെ വലുതാക്കി കാര്യങ്ങൾ പറഞ്ഞ് അതും കൂടാണ്ട് അതിൻ്റെയൊക്കെ വ്യൂസും ഷെയറും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ് ഞെട്ടിപ്പോവും. പിന്നെ എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് ഒരു ഇതുണ്ട് കേട്ടോ, കുറച്ച് ലോക്കലായിട്ട് ലാംഗ്വേജ്. ഇപ്പം മലപ്പുറം ഭാഷയൊക്കെ തനി നാടനായിട്ട് സംസാരിക്കുന്നവർക്ക് നല്ല വ്യൂ ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പം നിങ്ങൾ തന്നെ നോക്കി നോക്കൂ, നമ്മളൊരു ബേസ്മെൻറ്റ് ചെയ്യുക, നിങ്ങളെല്ലാവരും വീട് പണി ചെയ്യാനും വീട് പണിക്ക് വേണ്ടിയിട്ടാവും നമ്മളെ ഈ ചാനലൊക്കെ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നു വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മളിവിടെ കോളം ഫുട്ടിങ് ചെയ്യാനായിട്ട് കുഴിയെടുത്തതാണ് തലേ ദിവസം. രാവിലെ വന്ന് നോക്കുമ്പോൾ കുളം ഫുട്ടിങ്ങിനെടുത്ത കുഴിക്ക് പകരം അവിടെ ഫുള്ളൊരു കുളമായിട്ടാണ് കിടക്കണത്. അപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിക്കണില്ല. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾക്ക് അതിലൊരു സൊല്യൂഷൻ കണ്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അതാത് ദിവസം ഇപ്പോൾ ഒരു കണ്ടൻറ്റ് പോലെ സാധാരണ വീഡിയോ ഇടുന്ന ആൾക്കാരിടുന്ന പോലെ ഇതിത്ര വലിയ സംഭവമാക്കിയിട്ട് പറയാൻ തോന്നാത്തതുകൊണ്ടാണ്. അതാ നീ നേരത്തെ പറഞ്ഞ പോലെ സ്ലാങ്ങിൻ്റെ പ്രശ്നമാണോ? നമ്മൾ സ്ലാങ് നല്ലൊരു ഇതുണ്ട് കേട്ടോ, ഒരു തനി നാടനായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വ്യൂസ് കൂടുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ പണ്ട് ചെയ്തു തരുന്ന നമ്മൾ സലീമൊക്കെ ഡക്കോട്ടിൻ്റെ തന്നെ ഹായ് ഗെയ്സ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ചിലവർക്ക് അങ്ങനെ ഒരു ചിലവർക്ക് അങ്ങനെ ഒരു ഇതന്നെ ഉണ്ട്. അതായത് സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായ ഐക്കോണിക്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കും. നമ്മളതിലൊന്നുമില്ല, നമ്മൾ വെറുതെ വന്നിട്ടൊരു ഹായ് കാര്യങ്ങൾ മാത്രം പറയണു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ സ്ഥിരം കാണുന്നതും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതിൻ്റെ മുന്നേ കമൻ്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം അത് മാത്രമല്ല, ഇടുന്ന കമൻ്റൊക്കെ നല്ല കമൻറ്റ്സ് മാത്രമേ ഇടണുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഒരു മൂല്യാരുണ്ട്, ഒരു താടി വെച്ച അല്ലേ, ചുവപ്പ് ചാടിയുള്ള ഒരാൾ, ചില വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും, ചിലതിനൊക്കെ സൂപ്പർ ക്ലിയർ ആവണില്ല. അല്ല, ആളുടെ ആറ്റിറ്റ്യൂഡ് ആയുള്ള ഒരു കമൻറ്റിലൂടെ വ്യക്തമാക്കിയതാണ്. അതായത് എൻ്റെ വർക്ക് കാണാൻ ബോധമുള്ളൊരു മനുഷ്യൻ കാണാം. അപ്പോൾ എനിക്ക് ബോധമില്ലാത്ത ആളാണെന്ന് ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആളതിൽ മെൻഷൻ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കി നോക്കൂ, ഒരു റീറ്റെയിനിങ് വാളാണ് ഈ ചെയ്യണത്. നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ റീറ്റെയിനിങ് വാളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മതിൽ പണിയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തതിന് ശേഷം അയാൾ അങ്ങനെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതേ ആൾ തന്നെ പിറ്റേ ദിവസം വന്നിട്ട് നല്ല കമൻറ്റ് ഇടുമ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിലും സങ്കടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറലാവണമെന്നും ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പോലെ റീച്ച് കിട്ടണമെന്നും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പണി വേണ്ട. പണിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് തന്നെ, ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു
ഇപ്പോൾ നമ്മളെ 2-3 വീഡിയോസ് ഇപ്പോൾ അടുത്ത് വരും. അതായത് ഡെക്കോട്ട് തന്നെ നമ്മളൊരു 3 വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വന്ന തെറി കമൻറ്റ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫുൾ ഫിനിഷ് കാണിക്കടാ അല്ലേ. അതായത് ഇത്രയും കാലം ഒരു ഫുൾ ഫിനിഷ് കോൺക്രീറ്റ് വീടിൻ്റെ എൻ്റെ ചാനലിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ 6000 പേരായതുകൊണ്ട് ആരും കാണില്ലല്ലോ. അവൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം 5 ലക്ഷമൊക്കെയാണ് നമ്മളെ വീഡിയോസിൻ്റെ വ്യൂ. അപ്പോൾ അതിൽ സത്യമാണ്, അതിലൊരു ഫുൾ ഫിനിഷ് വന്നിട്ടില്ല. പിന്നെ നമ്മളൊരാൾക്കൊരു വെറുതെ ഒരു വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ വെറും വാഗ്ദാനമെന്ന്. അതായത് ഇപ്പം നമ്മളെ ചാനലിലുള്ള ആൾക്കാർക്ക് അറിയാം നമ്മളവിടെ പോകണതും പണിയെടുക്കണതും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അതിൽ പബ്ലിസിറ്റി ചെയ്ത ആൾക്കാർക്ക്, കാരണം അതിലാണ് നമ്മളിത് പബ്ലിസിറ്റി ചെയ്ത് നമ്മളങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി പ്രൂവ് ചെയ്യാനായിട്ടും കൂടിയാണ് അങ്ങനെ ഒരു 3 വീഡിയോസ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പണ്ടൊക്കെ ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ തൊരം കെടുത്തു എന്നാ ചോദിച്ചിട്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വിളിക്കാറില്ല. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ആ വീഡിയോസ് കണ്ടിട്ട് വേണം ഓരോ കോളുകൾ വരാനും പുതിയ വർക്കുകൾ കിട്ടാനും. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രഷർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ കണ്ട ബേസ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ഇത് നോക്കി നോക്കൂ, ഇതും ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ കണ്ടൻറ്റ് എന്ന്. എൻ്റെ അടുത്ത് കണ്ടൻറ്റ് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ ആ സൈറ്റിൽ വന്നിട്ട് എന്ന് പറയണ പോലെ പറയാൻ നിശ്ചയില്ലാഞ്ഞിട്ടോ അല്ല. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു 1000 ആൾക്കാരൊക്കെ ചിലപ്പോൾ എൻ്റെ അല്ലേ സ്ഥിരമായിട്ട് ഒരു 1000 വ്യൂസ് ഉണ്ടാവാറുണ്ട്. ഈ 1000 ആൾക്കാരും വീട് വെച്ച് താമസിച്ച ആൾക്കാരായിരിക്കും. പക്ഷേ അതിലൊരു 2 പേര് പോലും ഈ ഒരു രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നുണ്ടാവുമെന്ന്. 830 സ്ക്വയർ ഫീറ്റ് ആകെ ഉള്ളൊരു വീടാണത്. പക്ഷേ ആ 830 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അടിയിൽ ഫുള്ള് വാട്ടർ സ്റ്റോറേജാണ് ആക്കിയിരിക്കുന്നത്. 6 അടി ഹൈറ്റ് ഉണ്ട്. 830 സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ ടോട്ടൽ ഔട്ട്, അതായത് പ്ലിന്ത് വരുന്നത്. ഇത്രയും ഏരിയ ഫുള്ള് വെള്ളം സ്റ്റോറേജ് ചെയ്യാനാണ്. ഇതിൽ ഫുള്ള് വെള്ളം സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ലിറ്റർ ഉണ്ടാവുന്നതാണ്. കറക്റ്റ് ഞാൻ കണക്കൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. 1 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഈ സൈറ്റ് എറണാകുളത്ത് തന്നെ വടുതലാണ് കേട്ടോ വരുന്നത്. അത് കായലിൻ്റെ നടുക്കെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരെ പ്ലോട്ടിൻ്റെ നെക്സ്റ്റ് വരുന്നത് കായലാണ്. ആ കായൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലുമാണ്. അപ്പോൾ അറിയാമല്ലോ വെള്ളം ഇത്രയും സ്റ്റോറേജ് ആക്കണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ എറണാകുളത്തുള്ള ഒരുവിധം ടൗണുകളിലൊക്കെ വെള്ളം ഗവൺമെൻറ് അല്ലേ കോർപ്പറേഷൻ്റെ വെള്ളമാണ് എല്ലാ ആൾക്കാരും ഉപയോഗിക്കണത്. പക്ഷേ ഇന്നിപ്പോൾ നല്ല മഴക്കാലമാണ്. നിങ്ങളെ വീടിൻ്റെ പരിസര പ്രദേശത്ത് നോക്കി നോക്കുകൊണ്ടു ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കുറവ് പിടിച്ചിട്ടുണ്ട്. അത്രയും നല്ല മഴയാണ് ഇപ്പോൾ കുറച്ച് 1-2 ആഴ്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാണ്ട് മഴ പെയ്ത് വെറുതെ അങ്ങനെ ഒഴുകി പോയിട്ട് ഇതേ കടലിലേക്കാണ് പോണത്. എന്നിട്ട് കടലിലത്തെ വെള്ളം ശുദ്ധീകരിച്ചിട്ടല്ല ഈ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇതേപോലെ പുഴയിലെ അങ്ങനെ ഉപ്പുവെള്ളം എന്തായാലും ശുദ്ധീകരിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റും തന്നെ പുഴ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാവും വെള്ളം ശുദ്ധീകരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിലേക്കുള്ള വെള്ളം ഈ മഴക്കാലത്ത് ഒരു 3 മാസത്തെ മഴയിൽ നിന്ന് തന്നെ ഇതിൽ ഫുള്ളായിട്ട് സ്റ്റോറാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി അത് പറയുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ ഇനി അടുത്തത് പറയാൻ നിൽക്കും. ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള നെഗറ്റീവ് വശങ്ങളാവും അവർ ഉദ്ദേശിക്കാൻ പോണത്. പക്ഷേ ഇന്നത്തെ ടെക്നോളജി പ്രകാരം നിങ്ങളൊരാൾക്കൊരു ചളിവെള്ളമാണ് നിങ്ങളെ വീട്ടിൽ വെച്ചാലും അതും പ്യുവർ ക്രിസ്റ്റൽ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജി ഇന്ന് നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പ്യൂരിഫൈ ചെയ്തിട്ട്, അതായത് ഇപ്പം ഇനി ഇല്ല നല്ല കിണറാണെങ്കിൽ തന്നെ ആൾക്കാർ അതൊക്കെ വെക്കുന്നുണ്ട് സ്വന്തം വീടുകളിൽ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കാരണം എന്ത് പറയുമ്പോഴും അതിൻ്റെ നെഗറ്റീവിലേക്കാണ് മനുഷ്യന്മാർ ആദ്യം ചിന്തിക്കുക. അത് സിമെൻറ്റിൽ നിൽക്കുന്ന വെള്ളമല്ലേ, മറ്റേ ഇത് സിമെൻറ്റിൻ്റെ ടാങ്കല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് എറണാകുളത്തേക്ക് മറ്റേ ഇപ്പോൾ പമ്പ് ചെയ്യണ വെള്ളവും അല്ലെങ്കിൽ പിന്നെ പുഴ അല്ലെങ്കിൽ ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണത് എടുത്താലും അതൊരു കോൺക്രീറ്റിന്റെ ഒരു ടാങ്കിൽ നിറച്ച് വെച്ചിട്ടാണല്ലോ പിന്നെയാണല്ലോ അത് പൈപ്പ് ലൈൻ വഴി വിടുന്നത്. അതല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ മൂലിയാരെ പോലത്തെ ആൾക്കാർ പറയുക ഈ കോൺക്രീറ്റ് ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ച് ഞാൻ കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാനൊന്ന് മുൻകൂറിട്ട് അടിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതൽ തെറി വരാത്തത്. കാരണം ഇത് കേൾക്കണതിൽ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരുണ്ടല്ലോ. കാരണം കോൺക്രീറ്റ് ടാങ്കിലാണ് നോർമലായിട്ട് എനിക്ക് തോന്നുന്നു വാട്ടർ അതോറിറ്റീൻ്റെ ഒരുവിധം വെള്ളങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ കോൺക്രീറ്റ് ടാങ്കിൽ തന്നെ വെച്ചിട്ടാണ്. ഈ കോൺക്രീറ്റ് ടാങ്കിൽ വെള്ളം നിറയ്ക്കണേക്കാളും വലിയ ഉപദ്രവകാരിയാണ് കേട്ടോ നമ്മളെ സാധാരണ പ്ലാസ്റ്റിക് ടാങ്കിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കണത്. ഞങ്ങളും അത് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം പ്ലാസ്റ്റിക് ടാങ്ക് നല്ല വേനൽക്കാലത്ത് നല്ല വെയിലടിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ചൊയയായിട്ട് ആ വെള്ളം മാറും. പിന്നെ പുതിയ ടെക്നോളജി ഇപ്പോൾ സ്റ്റീലിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്.
പക്ഷെ കാശ് കൂടും. എന്തൊക്കെ സാധനങ്ങൾ നന്നാക്കണോ അതിനൊക്കെ കാശ് കൂടും. അതുതന്നെയാണ് എനിക്ക് ഈ ബേസ്മെൻറ്റിനും പറയാനുള്ളത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഉണ്ട്. മാക്സിമം ആൾക്കൊരു വർഷത്തിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാക്സിമം ഒരു 600-700 ലിറ്റർ വെള്ളം മതിച്ചാൽ ഒരു വർഷം മഴക്കാലം കഴിഞ്ഞിട്ട് ബാക്കി ഒരു തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് മേടിക്കാണ്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നല്ലൊരു ബോർവെൽ അടിക്കണം. ബോർവെൽ അടിക്കണതേ ഭാഗ്യപരീക്ഷണമാണ്. അടിച്ചിട്ട് വെള്ളം കിട്ടിയോ കിട്ടിയില്ലേ. എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ബോർവെൽ അടിച്ചിട്ടും കിണർ കുഴിച്ചിട്ടൊക്കെ പൈസ നശിപ്പിക്കുന്നുണ്ട്. അതായത് വെള്ളം കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ചിലപ്പോൾ ട്രൈ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ ഒരു രീതിയിൽ വലിയൊരു, അതായത് ബേസ്മെൻറ്റിന് ഓൾറെഡി നമ്മളൊരു പൈസ ചിലവാക്കണം വേണ്ടേ. അതിൽ കൂടി കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത്, ആ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കിണർ കുഴിക്കണത് അല്ലെങ്കിൽ ബോർവെൽ അടിക്കണത് അതൊക്കെ പാടെ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ആൾക്കാരൊക്കെ കുഴിച്ചാൽ കിട്ടുന്നുള്ളവർക്ക് അതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളം ഏറ്റവും നല്ലത് കിണർ വെള്ളം തന്നെയാണ്. അത് വേറെ കാര്യം. നമ്മളീ പറയുന്നതൊക്കെ ഒരു ചോയ്സാണ്. അതായത് കിട്ടാത്ത ആൾക്കാരെ കാര്യങ്ങളാണ് ഈ പറയണത്. ഇയാൾ ഇപ്പോൾ ഈ ഒരു ടാങ്ക് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഈ രീതിയിലല്ല ബേസ്മെൻറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. അപ്പോൾ ഈ ഒരാൾ ഈ ഒരു രീതിയിലേക്ക് മാറാനുള്ള കാരണം ആളുടെ അവിടെ വെള്ളത്തിന് അത്രയും ക്ഷാമമായ കാരണം കൊണ്ടാണ്. അതായത് ഒരു കിണർ വെള്ളം പോസിബിൾ അല്ല. അപ്പോൾ മഴവെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു രീതിയിലേക്ക് മാറിയത്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു വർഷക്കാലത്ത് നമ്മളെ വീടിൻ്റെ മുകളിൽ പെയ്തൊഴിഞ്ഞ വെള്ളം, ഇപ്പോൾ ഒരുവിധം വീടുകൾക്ക് റൂഫും കാര്യങ്ങളും ചെയ്ത് നമ്മൾ പൈപ്പ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഒഴുക്കി വിടുന്നത്. ആ വെള്ളം സ്റ്റോറേജ് ചെയ്ത് വയ്ക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കണ്ടൻറ്റ് ഇല്ലാഞ്ഞിട്ടോ വെറൈറ്റി ഇല്ലാഞ്ഞിട്ടൊന്നല്ലേ ക്ലിക്കാവാത്തതും. അതായത് വീഡിയോസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയണത്. നമുക്ക് രണ്ടാക്കും. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു മോഡറേറ്റുള്ളത് അമ്മുവാണ്. അവൾ പറഞ്ഞ ഇതിനേക്കാളും മോശം. അതായത് ആര് പറഞ്ഞാലും ആൾക്കാർക്കാണ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതെന്താണ് ഈ പറയുക, ആ കണ്ണ് കായലാട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി നീ നേരത്തെ പറഞ്ഞ പോലെ തള്ളി മറിക്കണം. ചെയ്യണതും ചെയ്യാത്തതും കുറച്ച് ഉയർത്തിയിട്ടും താത്തിയിട്ടും പൊക്കിയിട്ടും. പക്ഷെ അതും അവർക്ക് ഫുള്ള് പോസിറ്റീവ് കമന്റ് ഒന്നുമില്ല, ഫുള്ള് നെഗറ്റീവാണ്. പക്ഷെ അവർ വൈറലാവുക എന്നുള്ളതാണ്.